മെയ് 20 മേരി സഭാമാതാവ്. 2018 മാർച്ച് 3 വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു, പെന്തക്കോസ്ത് തിരുനാളിൻ്റെ പിറ്റേന്ന് വരുന്ന തിങ്കളാഴ്ച മറിയത്തെ സഭാമാതാവായി ബഹുമാനിച്ചുകൊണ്ടുള്ള തിരുനാൾ ആഘോഷിക്കണമെന്ന്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷവും മറിയം ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെന്തക്കോസ്താ ദിനം ആഗതനായ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ശിഷ്യന്മാരുടെ ഉണർവിന് ശേഷം ആത്മാവിൻ്റെ കാത്തിരിപ്പിൽ നിന്ന് ഭൂമിയിലെ തീർത്ഥാടക സഭയുടെ മാതൃപരിചരണം ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്നതാണ് മേരി മദർ ഓഫ് ദ ചർച്ച് എന്ന വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം വാക്യം. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വിചിന്തനം. 2024 മെയ് 19 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റാസൽ ഖൈമ സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ മലയാളം ലാറ്റിൻ കുർബാനയിൽ വചനം വായിക്കാൻ അൾത്താരയിലേക്ക് വന്ന സ്ത്രീയുടെ തോളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. വളരെ ശാന്തമായി കിടന്ന ആ കുഞ്ഞ് ആളുകളെയും മൈക്കിനെയും കൗതുകത്തോടെ നോക്കി. അപ്പോൾ വചനവായനയ്ക്ക് തടസ്സം വന്ന അമ്മ മകളുടെ തോളിൽ തൊട്ടപ്പോൾ അവൾ അമ്മയുടെ തോളിലേക്ക് ശാന്തമായി കിടന്നു. അനുദിനം വിശുദ്ധരുടെ കഥ പറയുമ്പോൾ ഇന്ന് തിങ്കളാഴ്ച മേരി സഭാമാതാവ് ആകുന്നതെങ്ങനെയെന്ന് വിശദമാക്കുവാനുണ്ടായ പ്രചോദന കാരണമാണ് ആ അമ്മയും കുഞ്ഞും അൾത്താരയിൽ വചനവേദിയിൽ കയറി നിന്ന ആ കാഴ്ച. മേരിയുടെ ദൗത്യം യേശുവിൻ്റെ ജനനത്തോടെ കഴിഞ്ഞെന്നും യേശുവിൻ്റെ ദൗത്യം കുരിശുമരണത്തോടെയും ഉയിർപ്പോടെയും കഴിഞ്ഞെന്നും നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആത്മാവിൽ ജനനം അഥവാ സ്നാനം നേടണമെന്നും ഉൾപ്പെടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അഥവാ സഭാ പാരമ്പര്യത്തെക്കുറിച്ച് വിമർശിക്കുന്ന പ്രവണത കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ ദൈവകൽപ്പനയുമായി മറിയത്തെ സമീപിച്ചപ്പോൾ ദൈവേഷ്ടത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച മറിയത്തെയാണ് നാം കാണുന്നത്. ഉറപ്പിച്ചു വെച്ച വിവാഹത്തിൽ നിന്ന് യൗസേഫ് പിന്തിരിയുമ്പോഴും മറിയം അവളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാൽ ശാന്തമായി കാണപ്പെട്ടു. തൻ്റെ ഉദരത്തിൽ വളരുന്ന ദൈവകുമാരനെക്കുറിച്ചുള്ള സന്തോഷം മാത്രമായിരുന്നു മേരിയെ നയിച്ചത്. ബത്ലഹേമിലെ പുൽത്തൊഴുത്തിലേക്ക് ആകുലനായ യൗസേപ്പ് മേരിയെ നയിക്കുമ്പോഴും മേരി ദൈവകുമാരനെ കാണുവാനുള്ള സന്തോഷത്തിലായിരിക്കണം കഴിഞ്ഞത്. ധനത്തിൻ്റെ കുറവായിരുന്നില്ല സത്രം കിട്ടാതാക്കിയത്, അത് ദൈവിക പദ്ധതിയായതിനാലാണ്. തുടർന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോഴും തിരികെ നസ്രത്തിലേക്ക് വരുമ്പോഴും ദൈവാത്മാവിൻ്റെ സംരക്ഷണയിലായിരുന്നു മേരിയും കുടുംബവും. 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് മകനെ കാണാതായപ്പോൾ അവനെ ശാസിച്ചതും ദൈവിക പദ്ധതിക്ക് മകൻ പ്രാപ്തനായില്ല എന്ന ബോധ്യത്താലാണ്. എങ്ങനെയാണ് മേരിക്ക് ഈ അറിവ് ലഭിക്കുന്നത്? തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ അമ്മയുടെ ആത്മാവും കുഞ്ഞിൻ്റെ ആത്മാവും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് 9 മാസക്കാലത്തോളം. രക്തബന്ധവും ആത്മബന്ധവും ഒന്നായി മാറുന്ന 9 മാസക്കാലം ആ കുഞ്ഞിൻ്റെ ഓരോ ചലനവും ഹൃദയസ്പന്ദനവും തിരിച്ചറിയുന്നത് അമ്മ മാത്രമാണ്. തൻ്റെ ആത്മാവ് ദൈവാത്മാവുമായി എപ്പോഴും ബന്ധത്തിലുള്ള ഏതൊരാൾക്കും ദൈവസ്വരം സ്വന്തം ആത്മാവിൽ വേർതിരിച്ചറിയാൻ പറ്റും. ആദ്യം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട മാനവകുലത്തിലെ ആദ്യ സന്തതിയായ മറിയം തൻ്റെ മകനെ ഇനിയും സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ജെറുസലേം ദേവാലയത്തിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയതും കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്ന ആ ഭവനത്തിൻ്റെ കുറവ് നികത്താൻ മകനെ കയറ്റി നിർത്തിയതും ഇതേ ആത്മാവിൻ്റെ പദ്ധതിയാണ്. പരസ്യ ജീവിതകാലത്തും യേശുവിൻ്റെ ഒപ്പം മാതാവുമുണ്ടായിരുന്നുവെന്ന് എത്രയോ സന്ദർഭങ്ങൾ നാം ബൈബിളിൽ വായിച്ചറിയുന്നു. കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയിൽ 4-ാം സ്ഥലം മുതൽ നാം മറിയത്തെ കാണുന്നു. 4-ാമത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നതാണ്. ആ കൽപ്പനയുടെ മൂല്യം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് മറിയം കടന്നു വരുന്നത് കാൽവരി യാത്രയിലേക്ക്. ലോകം മുഴുവനും യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ മകനെ അറിയുന്ന അമ്മ അവൻ്റെ വേദനയിൽ ആശ്വാസമായി ചേർന്നു. കുരിശിൽ വച്ച് ആ അമ്മയെ നമുക്കായി മകൻ നൽകി. ഇതാ നിൻ്റെ അമ്മ. ഉദ്ധിതനായ യേശു വരുമ്പോൾ ചിതറിപ്പോയ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടിയ ക്ഷമിക്കുന്ന മാതൃസ്നേഹമാണ് നാം മറിയത്തിൽ കാണുന്നത്. പിന്നീട് മറിയമാണ് പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തി ഒരുക്കിയത്. മറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പരിശുദ്ധാരൂപി കടന്നു വരുന്നതും ശിഷ്യരിലേക്ക് പകരപ്പെടുന്നതും. യേശുവിൻ്റെ മാതാവ് മറിയം യേശുവിൻ്റെ ശിഷ്യരോടൊപ്പം മറിയത്തിൻ്റെ ആത്മീയ മക്കളോടൊപ്പം ആദ്യത്തെ സഭയ്ക്ക് രൂപം നൽകിക്കൊണ്ട്
പന്തക്കുസ്താനുഭവം നേടിയെങ്കിൽ മറിയം ഇന്നും സഭയോടൊപ്പം തൻ്റെ ദൗത്യം തുടരുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോളം സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനൊപ്പമാണ് മറിയത്തിൻ്റെ പ്രവർത്തനം. ആ പാരമ്പര്യമുള്ള തിരുസഭയുടെ സഭാമാതാവിൻ്റെ മക്കളാണ് ഓരോ ക്രിസ്ത്യാനിയും. ഈ തിരുനാൾ ദിനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു.